മറച്ചിട്ടുണ്ട്? പകുതി ഭാഗം വരെ ചാക്കിൽ മറച്ചിട്ടുണ്ട്. താഴത്തോട്ട് ഒന്നുമില്ല, ഡ്രസ്സൊന്നും ഉണ്ടായി. ഫസ്റ്റ് ഇയാളെ പോലീസ് വന്നതിന് ശേഷം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇയാൾ പോലീസുകാരെ വിളിച്ച് എഴുന്നേപ്പിച്ച് നേരെ കൊണ്ടുപോയപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ എന്താ കാര്യം, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാ പുള്ളി പറഞ്ഞു. രാവിലെ കൗൺസിലറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരാടെ ഇങ്ങനെ ഒരു ഡെഡ് ബോഡി കണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി വിളിച്ച് പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചിട്ട് പുള്ളിക്കാരത്തി എന്നെ വിളിക്കണം. ഞാനിവിടെ വരുമ്പോൾ കൗൺസിലറുണ്ട്, ഹരിതകർമ്മ സേനയിലെ ആ ചേച്ചിയുണ്ട്, പിന്നെ ഞങ്ങൾ വേറെ 2-3 പേരും ഉണ്ട്. ഞങ്ങളൊരു 3-4 പേരുള്ളൂ ഇവിടെ ആ സമയത്ത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ മറ്റേ ഡെഡ് ബോഡി ഹാഫ് നേക്കഡായിട്ട് കിടക്കുകയാണ്. പുള്ളി ഇവിടെ മതിലെ ചാരി ഇങ്ങനെ ഇരിപ്പുണ്ട്, അൺകോൺഷ്യസ് ആയിട്ട് ഇരിക്കുന്ന ആൾ, മദ്യപിച്ചിട്ടാണ് എന്ന് തോന്നണം. പിന്നെ പോലീസുകാർ വന്നു ആളെ വിളിച്ച് എഴുന്നേപ്പിച്ച്. അപ്പോൾ ഹരിതകർമ്മ സേനാംഗമാണ് ആദ്യം ഇത് കാണുന്നത്. അത് കഴിഞ്ഞ് കൗൺസിലർ വിളിച്ച് ഇവർ 2 പേരും കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു ഒന്ന് പിടിച്ച് എഴുന്നേപ്പിക്കുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞ സാരിൽ അവിടെ ഇരുന്നോന്ന് പറഞ്ഞിട്ടാണ് പോലീസിനെ വിളിച്ചത്. അത് കഴിഞ്ഞ് വന്ന് പോലീസുകാർ വന്ന് പുള്ളിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തത്. പുള്ളിയൊരു മദ്യപിക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് പുള്ളി, നല്ലപോലെ ഒരു ആൽക്കഹോളിക്കാണ്. ഈ ഹാഫ് നേക്കഡ് ആണെന്ന് പറയുമ്പോഴേ ചാക്കിൽ മറച്ചിട്ടുണ്ട്? പകുതി ഭാഗം വരെ ചാക്കിൽ മറച്ചിട്ടുണ്ട്. താഴത്തോട്ട് ഒന്നുമില്ല, ഡ്രസ്സൊന്നും ഉണ്ടായി. ഫസ്റ്റ് ഇയാളെ പോലീസ് വന്നതിന് ശേഷം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇയാൾ പോലീസുകാരെ വിളിച്ച് എഴുന്നേപ്പിച്ച് നേരെ കൊണ്ടുപോയപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ എന്താ കാര്യം, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാ പുള്ളി പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ. ഈ ജോർജിൻ്റെ ശരിക്കും വീട് ഇവിടെ കുറേ കാലമായി? വർഷങ്ങളായിട്ട് ഞങ്ങൾ കാണുന്ന കാലം തുടങ്ങി പുള്ളി ഇവിടെ ഉണ്ട്. അതായത് വർഷങ്ങളായി ഒരു 40-35 വർഷം തൊട്ട് ഇവിടെ തന്നെ താമസിക്കുന്ന സ്ഥിരതാമസമാണെന്നാണ് അറിഞ്ഞത്. നമ്മൾ കാണുന്ന കാലം തുടങ്ങി പുള്ളിനെ കാണാം. എത്ര വർഷമായിട്ടുണ്ടാവും ഇപ്പം നിങ്ങൾ കാണാൻ തുടങ്ങിയിട്ട്? പുള്ളിനെ ഒരു ആക്റ്റീവായിട്ട് ഒരു 10 വർഷത്തിനായിട്ട് എനിക്ക് പുള്ളിനെ അറിയാം. അത്രയും കാലം ആൾ ഇവിടെ തന്നെയാണ് താമസം. ഒപ്പം തന്നെ ഇവരുടെ ഒരു സാമ്പത്തിക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളാണ്? സ്ഥിരമായി മദ്യപാനം ഉണ്ട്, അതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളല്ലാണ്ട് മറ്റുള്ള പ്രശ്നങ്ങളായിട്ടൊന്നും അറിയില്ല. മദ്യപിക്കും നല്ലോണം, അതിനെ ചൊല്ലി ചെറിയ ചെറിയ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് അറിയുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ഒരു മർഡർ സംഭവത്തിലോട്ടുള്ള പ്രശ്നങ്ങളൊന്നും മറ്റേ ഇങ്ങനെ മദ്യപിച്ചിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, വലിയ വഴക്കോ അങ്ങനെയൊന്നുമല്ല. മറ്റുള്ള അയൽവാസികളായിട്ട് ചെറിയ പ്രശ്നങ്ങളും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ആളുകളായിട്ട്. അല്ലാതെ വേറെ ഒരു വയലൻസ് ആയിട്ട് ഉള്ള പ്രകൃതക്കാരനൊന്നും അല്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ളത്. ബാക്കിയുള്ള മറ്റുള്ളവർ പലരും പല രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. കുടുംബ പശ്ചാത്തലമൊക്കെ എങ്ങനെയാണ്? വലിയ കുഴപ്പമില്ലാത്ത പശ്ചാത്തലമാണ്. പുള്ളിയുടെ കുട്ടികളെ ഒരു മോനും മോളും ഉണ്ട്, കുഴപ്പമില്ലാണ്ട് ജീവിക്കുന്നുണ്ട്. പുള്ളി മാത്രം ഇങ്ങനെ മദ്യപിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ്. ഈ വീട്ടിനകത്ത് നിറയെ CCTVകളൊക്കെ ഉണ്ടോ? പുള്ളിയുടെ വീട്ടിലില്ല, CCTV ഒന്നുമില്ല. ഇല്ല, എനിക്കറിയില്ല. പുള്ളിയുടെ അകത്ത് CCTV ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം സാധാരണ ഒരു വീടാണ്. നിങ്ങൾ വീട്ടുകാരായിട്ടൊക്കെ ബന്ധമുണ്ടോ? ആരെയാണ്? പുള്ളിയുടെ വീട്ടുകാരായിട്ടൊക്കെ നമുക്ക് അറിയുന്ന ടീംസ് അറിയാം. പുള്ളിയുടെ മകനൊക്കെ എനിക്ക് എൻ്റെ സുഹൃത്താണ്. അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പുള്ളിയുടെ ഒരു ക്യാരക്ടറിന് ഇങ്ങനെ ഒരു സംഭവം മർഡർ നടക്കുമെന്ന് നമുക്കറിയില്ലായിരുന്നു. അല്ലാണ്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഓക്കെ, ഇങ്ങനെ സംഭവിക്കുന്ന ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമായിപ്പോയി. ഈ ഏരിയയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണിത്. ഇങ്ങനെ ഒരു സംഭവം. പുള്ളി വാടക കൊടുത്ത വീട്ടിലോ? അവിടെ ഒരു നോർത്ത് ഇന്ത്യൻസാണ് താമസിക്കണം, അതിഥി തൊഴിലാളികളാണ്. ആ ഒരു 2 സ്ത്രീകളും ഒരാണും കൂടെ, ഒരു ഹസ്ബൻഡും വൈഫും അയാളുടെ ചേച്ചിയും എന്നാ പറഞ്ഞു. അപ്പോൾ അയാൾ ഇത് കണ്ടിട്ട് പുറത്തിറങ്ങി നിൽക്കണമായിരുന്നു. പുള്ളി ഞങ്ങൾ വരുമ്പോഴേക്കും പുള്ളി പുറത്തോട്ട് വന്നപ്പോൾ പുള്ളി ഇത് കണ്ടിട്ട് ഇവിടെ നിൽക്കണേന്ന്. ആ സ്ത്രീകൾ തന്നെ പേടിച്ച് മുറി തന്നെ ഇരിക്കണേന്ന് സംഭവം അറിഞ്ഞപ്പോൾ. ഈ പോലീസ് ഈ സ്ത്രീയെ പരിശോധിച്ചല്ലോ, നിങ്ങൾക്ക് മുഖമൊക്കെ കണ്ടോ? ഇതുവരെ കണ്ടോ? കാണിച്ചു തന്നായിരുന്നു. പോലീസുകാർ മുഖം എടുത്തിട്ട് ഫോണിൽ ജസ്റ്റ് മുഖം ഇങ്ങനെ എടുത്തിട്ട് കാണിച്ചായിരുന്നു. ആ പരിചയം ഉണ്ടെന്നറിയാം. ഞങ്ങൾ ആരും സ്ത്രീ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. നിലവിൽ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല ഇങ്ങനെ കണ്ടിട്ട് ഫേസ്. നമുക്കൊരു ഒറ്റ നോട്ടത്തിൽ എത്ര പ്രായമുണ്ട്, മലയാളിയാണ്, അങ്ങനെയൊക്കെയുള്ള? ഒരു 40-45-50 അടുത്ത് പ്രായം ഉണ്ടാവും. പക്ഷേ മറ്റേ മലയാളി, ഒരു തമിഴ് മലയാളി ലുക്കാണ് കണ്ടിട്ട് തോന്നണത്. നോർത്ത് ഇന്ത്യൻ ആകാൻ സാധ്യതയില്ല, തമിഴല്ലെങ്കിൽ മലയാളി. ശരീരത്തിൽ എന്തെങ്കിലും മൊത്തോ അങ്ങനെ എന്തെങ്കിലും മുറിവോ പാടോ? ചെറിയ ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടായി കാലിലൊക്കെ ചെറുതായിട്ട്. ഒരു റെഡ് കളർ പോലെ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു. ജസ്റ്റ് നോക്കിയോളൂ, നമുക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു.